നമുക്ക് നല്ല സമാധാനം കിട്ടണമെങ്കിൽ ഭാര്യമാരോട് സംസാരിക്കാൻ ഭർത്താക്കന്മാര് സമയം കണ്ടെത്തണം. ഭർത്താക്കന്മാരോട് സംസാരിക്കാൻ ഭാര്യമാര് സമയം കണ്ടെത്തണോ? ഇന്ന് സമയമുണ്ടോ? ഇല്ല. ഭാര്യമാർക്ക് ഭർത്താക്കന്മാരോട് സംസാരിക്കാൻ സമയമില്ല. ഭർത്താക്കന്മാർക്കോ ഭാര്യമാരോട് സംസാരിക്കാൻ സമയമില്ല. ഇന്നത്തെ സംസാരം മുഴുവനും വാട്സപ്പിലാണ്. ഇന്നത്തെ സംസാരം മുഴുവനും വീഡിയോ കോളിലാണ്. ഇന്നത്തെ സംസാരം മുഴുവനും ഇൻസ്റ്റാഗ്രാമിലാണ്. ഇന്നത്തെ സംസാരം മുഴുവനും ടിക്ടോക്കിലാണ്. ഇന്നത്തെ സംസാരം മുഴുവനും മ്യൂസിക്കലിലാണ്. ഇന്നത്തെ സംസാരം മുഴുവനും ഡബ്മാഷിലാണ്. ഞാൻ അത്ഭുതപ്പെട്ടുപോയി. സാന്ദർഭികമായി ചില കാര്യങ്ങൾ ഞാൻ എല്ലാ സദസ്സിലും പറയുന്നത് പോലെ ഞാൻ ഒരിടത്ത് ടിക്ടോക്കിനെ സംബന്ധിച്ച് ഞാൻ വ്യക്തമായി പറഞ്ഞു. എന്നിട്ട് എല്ലാ യുവാക്കളോട് ഞാൻ പറഞ്ഞു, മുസ്ലിം യുവാക്കളെ, നിങ്ങൾ ടിക്ടോക്കിന്റെ പിന്നാലെ പോകരുത്. മുസ്ലിം യുവതികളോട് ഞാൻ പറഞ്ഞു, നിങ്ങൾ ടിക്ടോക്കിന്റെ പിന്നാലെ പോകരുത്. ആ ടിക്ടോക്കിലൂടെ ഒരു ചെറുപ്പക്കാരന്റെ കല്യാണം മുടങ്ങിയ കാര്യം ചാനലിൽ വന്നപ്പോൾ അതും ഞാൻ പറഞ്ഞു. ഇപ്പൊ ഇന്നലെ നോക്കുമ്പോ എന്റെ വാട്സപ്പിലേക്ക് ഒരു ചെറുപ്പക്കാരൻ ഒരു ടിക്ടോക്കിന്റെ വീഡിയോ അയച്ചിരിക്കുകയാണ്. അത് ഇപ്പോഴും എന്റെ മൊബൈലിലുണ്ട്. ഞാൻ ആ ടിക്ടോക്കിന്റെ വീഡിയോ തുറന്നു നോക്കിയപ്പോ സുബ്ഹാനല്ലാഹ്, എന്റെ വാദിനെ കുറിച്ച് ടിക്ടോക്ക് ചെയ്തിരിക്കുകയാണ്. ടിക്ടോക്കിനെതിരെ ഞാൻ സംസാരിച്ച പ്രഭാഷണമുണ്ടല്ലോ, ആ പ്രഭാഷണത്തിന്റെ ക്ലിപ്പ് ഒരു ഭാഗത്ത് കട്ട് ചെയ്ത് എന്റെ പ്രഭാഷണത്തിന്റെ സൗണ്ട് മാത്രമാണ് ഏതോ ഒരാളുടെ തലയിൽ ഷാലിട്ടിട്ട്, ഞാൻ തലയിൽ ഷാലിടാറില്ലല്ലോ, ഞാൻ തലയെകെട്ട് കെട്ടുന്നയാളല്ലേ, പിന്നെ എങ്ങനെ അച്ചങ്ങായിന്റെ തലയിൽ ഷാല് വന്നത്? ആ ഷാലിട്ടുകൊണ്ടുള്ള ഒരാളെ നിർത്തിയിരിക്കുകയാണ്. അയാൾ ഇങ്ങനെ കൈകൊണ്ട് പ്രസംഗിക്കുന്ന സമയത്തുള്ള ആംഗ്യം കാണിക്കുകയാണ്. പ്രഭാഷണമാണെങ്കിലോ എന്റേതാണ്. അതിന്റെ ഒരു ഭാഗത്തിന്റെ അപ്പുറത്തോ രണ്ട് ചെറുപ്പക്കാരിരിക്കുകയാണ്. അവരാരാണെന്ന് എനിക്കറിയില്ല. പക്ഷേ തൗബ ചെയ്ത് മടങ്ങിക്കോ. എനിക്ക് ഫോൺ വിളിച്ച് തൗബ ചോദിക്കേണ്ട ആവശ്യമില്ല. കാരണം ധിക്കാരം കാണിച്ചത് എന്നോടല്ല, എന്നോട് കാണിച്ചാൽ ഒരു കുഴപ്പവുമില്ല. ആ രണ്ട് ചെറുപ്പക്കാരോട് ഞാൻ പറയുകയാണ്, നിങ്ങൾ കളിച്ചത് അല്ലാഹുവിന്റെ ദീനിനോടാണ്. റബ്ബിന്റെ ദീനിനോട് കളിച്ചാൽ റബ്ബ് നിങ്ങളെ വെറുതെ വിടൂല. ഈമാനുള്ളവർ ദുനിയാവിൽ മാത്രം വിശ്വസിക്കുന്നവരല്ലല്ലോ. അവർക്ക് കിടക്കാനൊരു ഖബറില്ലയോ? അവർക്ക് പോകാനൊരു ആഖിറമില്ലയോ? എത്തേണ്ട ഭവനമായ സ്വർഗമില്ലയോ? അതെല്ലാം മറന്ന് ആലിമീങ്ങൾ അല്ലാഹുവിന്റെ ദീനിന്റെ നിയമങ്ങള് സ്വന്തം അഭിപ്രായം പറയാതെ ഖുർആനും ഹദീസും ഓതിയിട്ട് അവതരിപ്പിക്കുമ്പോ അതിനെതിരെയും ടിക്ടോക്കുമാടി രംഗത്ത് വരുന്ന ചെറുപ്പക്കാർ, അല്ലാഹ് നിങ്ങളെ വിടൂല. മറ്റുള്ള യുവാക്കളോട് ഞാൻ പറയട്ടെ, നിങ്ങൾ എത്ര വലിയ പരിഷ്കാരികളായാലും ദീനിനോട് കളിക്കണ്ട. ആ ഒരു ക്ലിപ്പ് വന്നപ്പോ ഞാനങ്ങ് ഞെട്ടിപ്പോയി. ഇനി എന്ത് വേറെ പറയാനാ? ഞാൻ പറഞ്ഞു വന്നത് പരസ്പരം, അത് ഞാൻ നേരത്തെ പറഞ്ഞ സാന്ദർഭികമായി കടന്നു വന്നതാ. എന്റെ വിഷയമൊന്നുമല്ല. സാന്ദർഭികമായി അങ്ങനെ ചിലപ്പോൾ നമ്മൾ വേണ്ടാന്ന് വെച്ചാലും ചിലപ്പോൾ കാര്യം വരും. അപ്പൊ വിഷയം എന്താ? ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ നല്ല സമാധാനമുള്ള ജീവിതം വേണമെങ്കിൽ പരസ്പരം